വണക്കം നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് രാവിലെ 7:47 ആയിട്ടുണ്ട്. 12-ാം തീയതി ആഗസ്റ്റ് മാസം 2025 നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ചാർട്ടാണ്. നമ്മൾക്ക് നല്ലൊരു ക്ലൂ രാവിലെ തന്നിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ആരെയും അട്രാക്റ്റ് ചെയ്യാനായിട്ടല്ല വീഡിയോ ഇടുന്നത്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ലേൺ ചെയ്യുന്ന കാര്യങ്ങൾ ഇനി ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആർക്കെങ്കിലും പ്രയോജനമാകട്ടെ, ആർക്കെങ്കിലും യൂസ് ആകട്ടെ എന്ന് പറഞ്ഞാണ് വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ തമ്പനയിൽ കാണില്ല, അട്രാക്റ്റീവായിട്ടുള്ള വേർഡ്സ് കാണില്ല, നിങ്ങളെ ആകർഷിക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണില്ല. പിന്നെ കുറേ ആൾക്കാർ എന്നെ കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട്, ലാസ്റ്റ് 10 ഡേയ്സിൽ ഒരു 10-15 പേര് എന്നെ പേഴ്സണലായിട്ട് ഇൻഡിവിജ്വലായിട്ട് കോൺടാക്റ്റ് ചെയ്തു. കോഴ്സ് എടുക്കണം, ക്ലാസ് എടുക്കണം, നമുക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ചും നമ്മൾ ഇൻട്രസ്റ്റഡ് ആണ്, നോർമലായിട്ട് നമുക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു. പക്ഷേ ഓണം വരെ ഞാൻ കുറച്ച് ബിസിയാണ്. ഞാൻ ഒഫീഷ്യൽ വർക്ക് ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം ബാക്ക് ടു ബാക്ക് വർക്കിലുള്ളതുകൊണ്ട് ക്ലാസ് എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിലല്ല. ഇതിൽ എടുക്കുമ്പോൾ നല്ല രീതിയിൽ ഉപയോഗപ്രദമായിരിക്കണം. അപ്പം അതിനകത്ത് ഫീസോ കാര്യങ്ങളോ അല്ല നമ്മളോട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഉപയോഗപ്രദമായിരിക്കണം. ഞാൻ അറിയാവുന്നത് ലേൺ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് ഞാൻ ശ്രമിക്കാം. പക്ഷേ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾ ഏറെക്കുറെ നിങ്ങൾക്ക് നല്ലൊരു നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് സ്റ്റഡി ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്നലെ 24,400 ഒരു ഡിസ്കഷൻ ചെയ്തിരുന്നു. എന്നിട്ട് അത് എന്താ നടന്നതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. അല്ലാതെ താങ്ക് യു, നൈസ് വീഡിയോ അങ്ങനെയൊന്നും ഇടാതെ അതിൻ്റെ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത്, നമ്മളൊരു സിനിമ കണ്ടിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് തോന്നില്ലേ, ഈ ക്യാരക്ടർ ഇങ്ങനെ ആക്ട് ചെയ്തിരിക്കാം, അല്ലെങ്കിൽ ഈ ക്ലൈമാക്സ് ഇങ്ങനെ മാറ്റിയിരിക്കാം, അല്ലെങ്കിൽ ഈ കോമഡി കുറച്ചുകൂടെ യൂസ്ഫുള്ളാക്കി ഈ ക്യാരക്ടറിനെ, ഈ പർട്ടിക്കുലർ ക്യാരക്ടറിനെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറേ നമുക്ക് ഈ പടത്തിന് വേണമെങ്കിൽ പാർട്ട് 2 എടുക്കാനുള്ള, അപ്പോൾ അങ്ങനെ കുറേ നമ്മൾ പറയൂലേ. നമ്മളൊരു പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നിറയെ അഭിപ്രായങ്ങൾ പറയും. ഓവറോളായിട്ട് കൊള്ളാമെന്ന് പറഞ്ഞാലും നമ്മൾ ഇൻറ്റേർണലായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നിറച്ച് കാര്യങ്ങൾ പറയും. അതേപോലെ ഈ കമൻറ്റ് ബോക്സിൽ ഇന്നലെ നമ്മൾ കണ്ടിട്ടുള്ള വീഡിയോയിൽ നിങ്ങൾ വാച്ച് ചെയ്തെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടിരുന്നത്, അവിടെ നിന്ന് എന്താണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയത്, ഇല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ക്ലാരിറ്റി വേണോ, ഇതൊക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മാത്രമേ അത് ബാക്കിയുള്ള ആൾക്കാർക്കും, ഈ കാണുന്ന ആൾക്കാർക്കും ഞാൻ പറയുന്ന എനിക്കറിയാവുന്ന കാര്യങ്ങൾ അവിടെ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഒരു ഇൻറ്ററാക്റ്റീവ് വീഡിയോ ആയിട്ട് ഇത് മാറും. ഓക്കെ. സോ ഇന്ന് ഇതാണ് നമ്മുടെ ലെവല്. ഇന്ന് 100 രൂപയാണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ നമ്മൾ കണ്ടുവരുന്നത്. ഈ പോയിൻ്റ് ഓഫ് കൺട്രോൾ പറയാൻ കാരണം, നിങ്ങൾ വീണ്ടും നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയിൽ നമ്മൾ കുറേ 2-3 വർഷങ്ങളായിട്ട് ഈ പോയിൻ്റ് ഓഫ് കൺട്രോളിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അതാണ് ഏത് മാർക്കറ്റായാലും, നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും സ്റ്റോക്ക് ആണെങ്കിലും ഏത് മാർക്കറ്റാണെങ്കിലും ഒരു വില പേശൽ അവിടെ ഉണ്ടാവും. ഒരു ഫിക്സഡ് ഒരു വില കാണും. ആ വില വന്നതിന് ശേഷം മാത്രമേ അത് തീരുമാനിക്കുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ IPLൻ്റെ ഈ ലേലം വിളിക്കുന്നത് നിങ്ങൾക്ക് കാണാം അല്ലേ. അപ്പം ധോണിയെ ലേലം എടുക്കുന്ന പ്രൈസ് വേറെയാണ്. അത് തന്നെ പുതിയതായിട്ട് വരുന്ന ഒരു നമ്മുടെ സഞ്ജു സാംസണോ അങ്ങനത്തെ ക്രിക്കറ്റ് പ്ലേയേഴ്സ് വരുന്ന ആൾക്കാർ, അവരുടെ റേറ്റ് വേറെയാണ്. പക്ഷേ ഇവർ രണ്ടുപേരും കൂടെ ലേലം വിളിക്കുമ്പോൾ ആ ലേലത്തിനകത്തുള്ള ആൾക്കാർ ഒരു റേറ്റിൽ തുടങ്ങി ഒരു റേറ്റിൽ തീരുമാനമാക്കും. അതാണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ. ഇത് എല്ലാത്തിലും ഉണ്ട്. ട്രേഡിങ്ങിൽ മാത്രമല്ല, നിഫ്റ്റിയിലോ അല്ലെങ്കിൽ സ്റ്റോക്കിലോ ട്രേഡിങ്ങിൽ മാത്രമല്ല, നിങ്ങൾ എവിടെ പോയാലും ഈ വില ഫിക്സ് ചെയ്യുന്നത് ഒരു സ്ഥലമുണ്ട്. അതാണ് നമ്മൾ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് പറയുന്നത് റെഗുലറായിട്ട്. അതാണ് നമ്മൾ കാണേണ്ടത്. ഇതുവരെയ്ക്കും ആരും ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല, ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്താണ് എൻ്റെ അറിവ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരായിരിക്കും ആദ്യമായിട്ട് ചെയ്തത്. അതും കൂടെ ഗ്രൂപ്പിലിടുക, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിലോ അല്ലെങ്കിൽ വീഡിയോയിലോ ഇടുക. സോ ഈ പോയിൻ്റ് ഓഫ് കൺട്രോൾ ഇത് ഏതെങ്കിലും ഒരു സ്ട്രൈക്ക് മാച്ച് ആകണം. പക്ഷേ അത് ഏത് സ്ട്രൈക്കാണെന്നുള്ളതും കൂടെ ഐഡൻറ്റിഫൈ ചെയ്യണം. എങ്കിലും നമ്മൾ ട്രേഡിങ്ങിൽ നിന്നിട്ട് കാര്യമുള്ളൂ. എവിടെയാണ് അവർ വില പേശിയിട്ട് എവിടെ നിന്നാണ് അവർ മൂവ് ആവുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ 130 രൂപ പറഞ്ഞിരുന്നു. 24,400 130 ശേഷം എത്ര ദൂരം പോയി? 24,400 CE
എത്ര ദൂരം പോയി എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചോ, നിങ്ങൾ നോക്കിക്കോ. എന്നിട്ട് എവിടെയൊക്കെയാണ് റെസിസ്റ്റൻ്റ് എടുത്തത് ഇന്നലെ, നമ്മുടെ ഈ ലൈനൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ഇന്നലത്തെ വീഡിയോ നോക്കിയിട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഫ്യൂച്ചറെ കുറിച്ചാണ് സംസാരിക്കുന്നത് കേട്ടോ, നിഫ്റ്റി ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് നോക്കാം. സോ ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയാൻ കാരണം ഇത് 100 രൂപയാണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ. ഇതാണ് ലെവൽ. നല്ല നല്ല എൻട്രികളും എക്സിറ്റും എടുക്കുക, നല്ല എൻട്രികൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ കണ്ടതിൽ നന്ദി, നമസ്കാരം. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.